ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട. ആ എഴുന്നേറ്റാ 2 ദിവസം കൂടിയിട്ട് അടിച്ച് പൊളിച്ച് കിടന്നിട്ട് ഇപ്പോഴും അവൾ കിടന്ന് ഉറക്കാം. അല്ലേടി കണ്ണുരുട്ടി കാണിക്കൊന്നും വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? ഒരു വിശിഷ്ട വ്യക്തിയുടെ വീട്ടിലാണ്. ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്ത്. എൻ്റെ പേര് ജെയിംസ് ജോൺ, റാന്നിക്കാരനാണ്. ഇവിടെ രാജസ്ഥാനിൽ 22 വർഷമായി. 22ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് വണ്ടി കയറിയതാണ്. കുറച്ച് വർഷങ്ങൾ ഉദയപ്പിലായിരുന്നു, കുറച്ച് വർഷങ്ങൾ പ്രതാപ്ഗഡ് എന്ന് പറഞ്ഞൊരു ജില്ലയിലായിരുന്നു. പിന്നെ നമ്മുടെ ഈ സവായ് മാധോപുർ എന്ന് പറഞ്ഞ ഈ ജില്ലയിലോട്ട് 2019 വന്നത്. ഇങ്ങനെ ഈ ജില്ലയും ഈ രാജസ്ഥാനും ഒക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ജനങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പിന്നെ വൈഫിൻ്റെ വീട് ആലപ്പുഴ. എൻ്റെ പേര് മേരി ഹെലൻ. പറഞ്ഞു. പിന്നെ ജോപ്പൻബായിയുടെ കൂടെയുള്ള കുറച്ച് ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. താങ്ക് യു. ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും അറിയത്തില്ല. അടിപൊളി, അതിലൊന്നും പറയാനില്ലതേ. എന്നെ 2 ദിവസം കൊണ്ട് സൽക്കരിച്ച് നശിപ്പിച്ചിട്ടിരിക്കുക. ഇന്നാണ് ഒരുമാതിരി പാമ്പ് ഇരയെടുത്ത പോലെ ആയിപ്പോയി ഉച്ചക്കത്തെ എൻ്റെ അവസ്ഥ. അത്രയ്ക്ക് നന്നായിട്ട് ഫുഡ് അടിച്ചിട്ട് കിടന്നുറങ്ങിയിരുന്നു. ഞങ്ങള് രാജസ്ഥാൻ മലയാളികളാണ്. നാട്ടിലത്തെ പോലെ ഫുഡൊന്നും ഇവിടെ കുഞ്ഞിനൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ യൂട്യൂബിൽ മാത്രം കണ്ടിട്ടുള്ളൂ, പക്ഷെ നേരിട്ട് കണ്ടതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ, കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഈ പട്ടിക്കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ആരേലും വളർത്തുന്നത് നോക്കാനൊക്കെയാണ്. ഇവിടെ വീട്ടിൽ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും ശ്രദ്ധിക്കാനും ഒന്നും 2 പേരെ കൊണ്ട് പറ്റത്തില്ല. ആരുടെയും പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ അതിനെ തൊട്ട് നോക്കാം, വെള്ളം കൊടുക്കാനൊക്കെ. അപ്പൊ കുഞ്ഞുങ്ങള് 2-3 ദിവസം ഹാപ്പിയായിരുന്നു ഇവിടുത്തെ കുഞ്ഞു കാരണം. അപ്പൊ മോളും മോനും. മോന്റെ പേര് ജോഷുവ. മോനെ ഈ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 അടുത്ത മോള് പട്ടിക്കുട്ടീനെ ചെറിയ പേടിയുള്ളയാണ്. ഇതുവരെയായിട്ടും പേടി മാറിയിട്ടില്ല. പക്ഷെ കുഞ്ഞി അങ്ങോട്ട് ചെല്ലും. കുഞ്ഞി അടുത്തൊക്കെ പോയി കിടക്കത്തുള്ളൂ. എനിക്ക് പേടിയാ. എന്നാലും ജാനറ്റിന് ഭയങ്കര പേടിയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.